ഇത് കണ്ട മമ്മിയും മക്കളെല്ലാം കൂടിയിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട. ഇന്ന് എന്താ മമ്മി വിശേഷം? മമ്മി ഇപ്പൊ തിരക്കാന്ന്, ഡെയിലി ഓരോരോ പരിപാടികളായിട്ട്. എനക്ക് തിന്നാനും കുടിക്കാനും ആക്കലാന്ന് ഇപ്പൊ വലിയ പാട്. എന്തെന്ന് ഉച്ചക്കെന്താക്കിയ? ഒന്നുമില്ല, രാവിലത്തെ നെയ്യപ്പുണ്ട് അതിന്റെ അടുത്ത് തിന്നോന്നാ ഇവള് പറയുന്നത്. അപ്പൊ എവിടെയാ മമ്മി വർക്ക്? എവിടെയാന്ന് വർക്ക്? ഇവിടെ നാട്ടിൽ തന്നെ, അഴീക്കോടാണ് വർക്ക്. റിലേറ്റീവിന്റെ ആണ്. മക്കളെയും കൂട്ടിട്ട് ഇന്ന് പോകുന്നു. ഫാമിലിയിലായതുകൊണ്ട് മക്കളെയും കൂട്ടി പോകുന്നത്. പിന്നെ സ്കൂൾ ലീവല്ലേ, അതുകൊണ്ട് മക്കൾക്ക് മമ്മീന്റെ വീട്ടിൽ നിന്ന് പോവാല. വെക്കേഷൻ ആയിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. അപ്പൊ ആ പോക്കുമായി മമ്മീന്റെ വർക്കുമായി എല്ലാം കൂടിയായി. അടിപൊളി. പോയിട്ട് ഇന്ന് തന്നെ വരൂ. അല്ല ഇന്ന് വേറെ എവിടെയും വർക്കുണ്ടാ? വർക്കൊന്നുമില്ല. നാളത്തേക്ക് എന്തെങ്കിലും ബുക്കിംഗ് എന്തെങ്കിലും ഇല്ലല്ലേ? അടുത്ത ആഴ്ച എന്തോ ഒരു വർക്കില്ലേ? ഒരു മെഹന്തി ഉണ്ടല്ലേ? അങ്ങനെ ശ്രുതി ഭയങ്കര ബിസിയിലേക്കുള്ള പോക്കാണ് ഇപ്പം കാണുന്നത്. ഏതായാലും വണ്ടി വെയിറ്റിംഗിലല്ലേ മമ്മി? അപ്പൊ ശ്രുതിനെ കൂട്ടാൻ വണ്ടിയെല്ലാം വന്നിട്ടുണ്ടേ. ശ്രുതിക്ക് ഇപ്പം വലിയ ഡിമാൻഡ് ആയിട്ടുണ്ട്. ശരിയെന്നപ്പ വണ്ടി കുറച്ച് വെയിറ്റിംഗിലല്ലേ? വിട്ടോ. ഓക്കെ ഓക്കെ ഓക്കേ. ഓക്കേ, അങ്ങനെ അടുക്കളയിൽ മൂലക്കുന്ന മമ്മിയാണ്. ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് ഫുൾ ബിസി ആയിട്ടുണ്ട്. ശ്രുതിന് യാത്ര അയച്ച് ഇനി ഭക്ഷണം കഴിക്കേണ്ട പരിപാടിയാണ്. അപ്പം ഞാൻ രാവിലെ ഈ മുസ്ലിയാണ് കഴിക്കൽ. ഈ പാല് വെച്ചിട്ട് കഴിക്കുന്നൊരു സംഭവമില്ല, അത് നോക്കുമ്പോൾ കംപ്ലീറ്റ് ഉറുമ്പ് കേട്ടാ. അപ്പോൾ ഉറുമ്പിനെ കളയാൻ വേണ്ടി ഞാൻ ചെയ്ത സൂത്രമാണ്. സംഗതി ഒന്നും പിടുത്തം കിട്ടിയില്ലല്ലേ? ഒന്നുമില്ല, ഈ പ്ലേറ്റ് ഞാൻ ബോണറ്റിൻ്റെ മുകളിൽ വെച്ചേ. അപ്പോൾ ഈ ബോണറ്റ് നല്ല ചൂടാണ് വെയിലത്ത്. അപ്പോൾ ഈ ഉറുമ്പിനകത്ത് പുറത്തിറങ്ങുമ്പോൾ ഈ ബോണറ്റിൻ്റെ മുകളിൽ നമുക്ക് ചാവും. അതുകൊണ്ട് ഞാൻ അതിന് ചുറ്റും നനഞ്ഞ തുണി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഒരു തറ്റൊന്നൊക്കെ നേരെ ടയറടിക്കാൻ ആക്കിയ. അപ്പോൾ ഉറുമ്പെന്ന് അതിൻ്റെ മുകളിലേക്ക് കൂടെ ഇറങ്ങിയിട്ട് ടയറിൽ നെലുത്തങ്ങ് ഇറങ്ങി രക്ഷപ്പെടുമല്ല. പിന്നെ നെലുത്ത് കുറച്ച് ഈ മുസ്ലിയാട് ഇടുകയും ചെയ്ത് അതിന് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ ഇതൊക്കെയും ഇയാക്കുന്ന വട്ടാന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല, എനിക്ക് ഈ ഉറുമ്പുകളിങ്ങനെ ചൂടെടുത്ത് ചാവുന്നതെല്ലാം കാണുമ്പോൾ അത് ഞാൻ അനുഭവിക്കുമ്പോഴത്തെ ഒരു ഫീലിങ്ങാണ്. അത് ഏത് മൃഗങ്ങളായാലും നമ്മളത് അനുഭവിക്കുന്നൊരു ഫീലിങ് ഒരു തരം സൈക്കോ, ഒരു മെൻ്റൽ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊരു ആശ്വാസമാണ്, ഒരു സമാധാനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഉറുമ്പ് പുറത്തിറങ്ങാൻ നോക്കി കുറേ സമയം കാത്തു നിന്ന് മെല്ലെ ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ ഞാനെന്ത് ചെയ്ത് നേരെ അകത്ത് പോയിട്ട് കുറച്ച് അവലുണ്ടായിന്, പിന്നെ പാല് ശ്രുതിയോടെ ആക്കി വെച്ചിന്. അങ്ങനെ അവലും പാലും കൂടി മിക്സ് ആക്കിയിട്ട് രാവിലത്തെ ഭക്ഷണം അങ്ങനെ ആക്കി കേട്ടാ. അപ്പോൾ തൽക്കാലം അവൽ നിന്ന് തൃപ്തിപ്പെട്ടു കേട്ടാ. ഇനിതാ നേരെ ഷോപ്പിലേക്ക്. നമ്മളെ വണ്ടി ഇതാ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. കാർ എടുക്കല്ല, കാറവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടല്ല. നമ്മളെ കാർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി കസ്റ്റമറെ വണ്ടീസ് വെക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ബെൻസിന് എപ്പം വിശ്രമം തന്നിട്ടെ. ഇപ്പം തീരെ ഓടല്ല, ആഴ്ചയിലൊരു ഞായറാഴ്ച ഓട്ടോ, വേറൊന്നുമില്ല. ഇതാ നോക്കിയിട്ടെ നമ്മളെ സുന്ദരക്കൊട്ടപ്പേ. അപ്പം നേരെ ഷോപ്പിൽ പോയിട്ട് എന്തുണ്ട് അവസ്ഥ നോക്കട്ടെ. ഷൂ നല്ല ടൈറ്റ്. നമ്മുടെ ഷൂ കണ്ടിട്ടില്ല, എൻ്റെ വണ്ടിയുടെ ടയറെന്നെല്ലാം മറ്റു കളിയാക്കിയ സാധനമാണ്. എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടം. ഒന്നാമത് നമുക്ക് ഹൈറ്റ് കുറച്ച് കുറവല്ലേ, ഇതിനുമ്പോൾ നല്ല ഹൈറ്റ് കിട്ടും. അതുകൊണ്ട് ഇത് പ്രത്യേകം നോക്കിയിട്ട് വാങ്ങിഞ്ഞ. ഏതായാലും ശരി, ഷോപ്പിലേക്കോട്ട്. ഞാൻ ഷോപ്പിലെത്തിയേ. അപ്പോൾ ഇന്ന് പെരുന്നാളാണ്. പെരുന്നാളിന് സത്യം പറഞ്ഞാൽ എല്ലാവരും ലീവാണ്. നമ്മൾ ലീവാക്കാൻ വിചാരിച്ചേ. പക്ഷേങ്കിൽ ഇന്ന് നമ്മളൊരു കസ്റ്റമർ വരുന്നുണ്ട്, അങ്ങ് ദൂരെ ഇരുട്ടിന്നേ വരുന്നതാണ് കേട്ടോ. നമ്മളെ വീഡിയോ എല്ലാം കണ്ടിട്ട് അങ്ങനെ മോൻ്റെ കല്യാണത്തിന് താലി വാങ്ങാൻ തോന്നിട്ട് വന്നതാണ്. അപ്പോൾ താലി ഞാൻ കാണിച്ചു തരാം. ഒരു സുന്ദര കുട്ടപ്പൻ താലിയാണ് കേട്ടെ. സാധാരണ ഡയമണ്ട് ആണ്, ശരിക്കും 1.5 ഗ്രാമേ ഉള്ളൂ. പിന്നെ ഇപ്പം എല്ലാവരും സിമ്പിളാന്നല്ല യൂസ് ചെയ്യുന്നത്, ചെറിയ ചെയിന് അതിൻ്റെ അറ്റത്തൊരു താലി എന്നുള്ള ലെവലാണല്ലോ. അപ്പോൾ അതിന് പറ്റിയ സാധനം കേട്ടാ. ഇത് വീഡിയോ കണ്ടപ്പോൾ അവർ എനിക്ക് ഫോട്ടോ അയച്ചാൽ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് സൈസ് ഇടയുണ്ട്. അപ്പോൾ പിന്നെ ഇത് തന്നെ വാങ്ങണം എന്നുള്ളൊരാഗ്രഹം, നമ്മളെല്ലാം കാണുന്നുള്ള ആഗ്രഹത്തിലാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. എന്തായാലും താലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാവില്ല എന്നല്ലേ. അപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞാൽ വരും. ഞാൻ എന്തായാലും ഓരോ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ. ഇതാണ് നമ്മളെ രസ്നേച്ചി. അപ്പോൾ രസ്നേച്ചി പോയപ്പോൾ ഇതാ ഇറ്റലിയിൽ നിന്ന് വന്ന ആൾക്കാരായിരുന്നു ഇവർ. ഇതിലൊരാൾ നാട്ടിലാണ്, യാസിൻ എന്ന ഇവരുടെ പേര്. ഇവരുടെ ബോസ് മിർക്കോ ആണ് കൂടെയുള്ള. ഇവർ നമ്മളെ വീഡിയോ ഇറ്റലിയിൽ നിന്നേ കാണൽ. അപ്പം നമ്മളെ ലൈറ്റ് വെയിറ്റ് 18 കാരൻ്റെ ചെയിൻ കണ്ടിന്, അത് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പം അതും വാങ്ങി അവർ സന്തോഷത്തോടെ മടങ്ങി. ഇന്ന് പെരുന്നാളായതുകൊണ്ട് ആൾ കുറച്ച് കുറവാണ്. സ്റ്റാഫിൻ്റെ എണ്ണം കുറച്ച്. ഇന്ന് 3 ആളോടെ ഞാൻ വരാൻ പറ്റില്ല, കാരണം എന്തായാലും തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് ബോറടിക്കലാണ്.
അപ്പം ഞാനേ നിങ്ങൾക്ക് ചെറിയൊരു സംഗതി പറഞ്ഞുതരാം. സ്വർണത്തിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ടിപ്സ് നിങ്ങളെല്ലാം ഒന്ന് ചെയ്തു വെക്കുന്നത് നല്ലതായിരിക്കും. വേറൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുള്ള ചെയിന്, മോതിരം, എന്ത് ആഭരണമായിട്ടുണ്ടല്ലോ അതിൻ്റെ തൂക്കം നിങ്ങൾ കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കണം. പിന്നെയുണ്ടല്ല മൊബൈലിൽ അത് നല്ല വ്യക്തമെന്ന ലെവലിൽ ഒരു ഫോട്ടോ നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കണം. അതായത് നിങ്ങളൊരു പേപ്പർ, വെള്ള പേപ്പറിൻ്റെ അവിടെ ചെയിൻ ആണെങ്കിൽ ചെയിൻ നല്ല നീർത്തിട്ട് എങ്ങനെ അതിൻ്റെ കണ്ണിൽ എണ്ണാൻ പറ്റുന്ന ലെവലിൽ നീർത്തിട്ട് വെച്ചിട്ട് ആ പേപ്പറിൻ്റെ മുകളിൽ തന്നെ അതിൻ്റെ തൂക്കം എഴുതിയിട്ട് ഒരു ഫോട്ടോ നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇത് പറയാൻ കാരണം എന്നറിയാം, ഇതിൽ പല ഗുണങ്ങളുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഇന്നാൾ ഒരു ഭാര്യയും ഭർത്താവ് ഇവിടെ വന്നിന്, വേറെ താലി ചെയിൻ മിസ്സായി എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ആരെങ്കിലും വന്ന് വിറ്റിനോ വെച്ച്. ഞാൻ പറഞ്ഞ അതിൻ്റെ ഫോട്ടോ എന്തുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു, കൊണ്ടുവരുമ്പോൾ തിരിയല്ല. അപ്പോൾ അത് അന്നേ ദിവസം വീണ അന്ന് തന്നെയാണ് അവർ ഇവിടെ വന്നിട്ട് ചോദിക്കുന്നത് ആരെങ്കിലും വിറ്റിനോ എന്ന്. ഞാൻ പറഞ്ഞു ഇന്നേതായാലും ആളൊന്നും വന്നിട്ടില്ല, പക്ഷെ നിങ്ങൾ അതിൽ ആ ഫോട്ടോ ഉണ്ടെങ്കിൽ നാളെ മറ്റന്നാളെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം തന്നെ നിങ്ങളെ വിളിച്ച് പറയാനോ നമുക്കത് ഉറപ്പിക്കാമല്ലോ. ഈ വീട് കിട്ടിയ സാധനമായിരിക്കും ഉറപ്പിച്ചിട്ട് അവരെ വിളിച്ചു പറയാൻ പറ്റുമല്ലോ. അപ്പം എന്താണ് അവരെ കയ്യിൽ അങ്ങനെ ഒരു ഫോട്ടോ ഇല്ല. അപ്പോൾ ആ ഒരു അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ ഒരു ഫോട്ടോ ഇതിൻ്റെത് എന്തായാലും നിർബന്ധമായിട്ട് എടുത്തു വെക്കണം. അത് കണ്ണി എണ്ണാൻ പറ്റുന്ന രീതിയിൽ എടുത്തു വെക്കണ്ടേ. അതായത് ഇതിൻ്റെ വേറൊരു ഗുണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എവിടെയെങ്കിലും ഒരു സാധനം റിപ്പയർ ചെയ്യാൻ കൊടുക്കുന്നു, പൊട്ടിയിട്ട് ചെയിൻ റിപ്പയർ ചെയ്യാൻ കൊടുക്കുന്നു, ആ സമയത്തുണ്ടല്ലോ അഥവാ അതിൻ്റെ അകത്തൊരു കണ്ണി ഏതെങ്കിലും രീതി റിപ്പയർ ചെയ്യുമ്പോൾ ഇളകിയിട്ടോ അങ്ങനെ വീണിട്ടോ മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തെളിയിക്കാൻ പറ്റൂല. നേരെ ഈ ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കണ്ണി എണ്ണ 1 2 3 4 എന്നിട്ട് എണ്ണിയിട്ട് നിങ്ങൾക്ക് പറയും ഇതിൻ്റെ അകത്ത് എണ്ണം കുറവുണ്ടെന്ന് കൃത്യമായിട്ട് പറയാം. അങ്ങനെ റിപ്പയർ ചെയ്യുമ്പോൾ കുറക്കുന്നതല്ല, ചിലപ്പം യാദർശികമായി കുറഞ്ഞാലോ എന്തെങ്കിലും അബദ്ധം പറ്റിയാലും മതിയല്ല. അപ്പോൾ അതിനും ഇത് നല്ലതാണെന്ന് പറയാനുള്ള. പിന്നെ ഈ പീസ് ചെയിനല്ലാണ്ട് ഈ നൂല് പോലത്തെ ചെയിനാകണ്ടല്ല, സ്കെയിലിൽ കറക്റ്റ് അതിൻ്റെ നീട്ടം പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്റിമീറ്റർ കൂടി ഈ കടലാസിൽ എഴുതി വെച്ചാൽ പിന്നെ നിങ്ങൾക്കത് വലിയ ഉപകാരമായിരിക്കും. ഏതെങ്കിലും രീതിയിൽ കളഞ്ഞു പോയാൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു തെളിവായി നിങ്ങളുടെ ഗെയിമിൽ ഇതിൻ്റെ പറ്റിയിട്ടുള്ളതെന്ന് എനിക്ക് പറയാനുള്ള. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ കയ്യിലുള്ള ചെയിനും മാലും കമ്മലെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് കൃത്യമായിട്ട് തൂക്കം എടുത്തിട്ട് ഒരു ഫോട്ടോ എടുത്ത് വെച്ചോ എന്ന് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഏതായാലും ഇന്നത്തെ ദിവസം നമുക്ക് പെരുന്നാളിന് ഒന്ന് കണ്ണൂരെല്ലാം പോകണമെന്നുണ്ട്. അപ്പോൾ വൈഫ് ഞാൻ പറഞ്ഞില്ല രാവിലെ ഒരു വർക്കിന് പോയിട്ടാവുള്ള. അപ്പോൾ വൈഫും മക്കളെല്ലാം വന്നിട്ട് ഒന്ന് കറങ്ങണമെന്നുണ്ട് ടൗണിലൊക്കെ. ഇന്ന് ഒരുപാട് ചന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് എൻജോയ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. സമയം ഉണ്ടെങ്കിൽ എന്തായാലും പോകണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഷോപ്പിൽ നിന്ന് മിക്കവാറും കുറച്ച് നേരത്തെ അടക്കാവുന്നൊരു ധാരണയുണ്ട്, ആളില്ലാത്തതുകൊണ്ട്. പിന്നെ ഇവർക്കെല്ലാം ഒരു പരിപാടി അല്ല വിജേഷ, എന്താ പരിപാടി ഉണ്ടാ വൈകുന്നേരം? ഇവർക്ക് അതിൽ സുജേഷിനും രാകേഷിനും ഒരു പരിപാടിയുണ്ട്. അവര് പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി രാകേഷ് പോയി അല്ലേ? സുജേഷ് ഇപ്പം പോകും കേട്ടോ. അവർക്ക് ക്ഷണിച്ചിട്ടുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഭയങ്കര നമ്മളെ ചുറ്റും മുസ്ലിംസ് വീടുകളാണ്. അപ്പം എന്നാണ് ഇഷ്ടംപോലെ ബിരിയാണി വീട്ടിൽ വന്നിട്ടുണ്ട്. അച്ഛൻ എന്നിട്ട് നമ്മളെ തറവാട്ടിൽ ആടികളായിട്ട് പാർസൽ ചെയ്ത് കൊടുക്കുകയത്, കാരണം വീട്ടിൽ തിന്നാൻ ആളില്ല. മാത്രമല്ല ഇന്ന് തിങ്കളാഴ്ചയാണല്ല, ഞാൻ വെജിറ്റേറിയനാണ്, അതുകൊണ്ട് എനിക്ക് തിന്നാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു എൻ്റെ ബിരിയാണി ഒരു കാര്യം ചെയ്യും ഫ്രീസറിലവിടെ വെച്ച് നാളെ ഞാൻ ഓവനിൽ വെച്ച് ചൂടായിട്ട് എടുക്കാമെന്നും പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതുവരെയുള്ള കാര്യങ്ങളെ. ഏതായാലും ഇനി വൈകുന്നേരം വൈഫ് മക്കളെല്ലാം വരട്ട്, എന്നിട്ട് അടുത്ത പരിപാടി തീരുമാനിക്കണം. ഞാനിപ്പോൾ ഷോപ്പിൽ നിന്ന് വല്ല ഇറങ്ങിയ ഇനിയിപ്പോൾ ശ്രുതിനെ കൂട്ടാൻ വേണ്ടി അഴീക്കോടേക്ക് പോകണം. പിന്നെ ഏതായാലും നമ്മൾ ഇന്ന് പെരുന്നാളാണെന്നല്ല, അതുകൊണ്ട് പെരുന്നാൾ ആഘോഷം ചെറുങ്ങനെ ഒന്ന് ടൗണിലെല്ലാം ഒന്ന് കറങ്ങണം, ഒന്ന് ചുറ്റിക്കറങ്ങലാണ് അടുത്ത പരിപാടി. അപ്പോൾ ഏതായാലും ശ്രുതിൻ്റെ വീട്ടിൽ പോയിട്ട് കാണാം. ഓക്കെ, ഞാനപ്പോൾ ശ്രുതിൻ്റെ വീട്ടിലേക്ക് എത്തിയ. ഇത് ശ്രുതിൻ്റെ അച്ഛൻ്റെ വർക്ക്ഷോപ്പാണ്. ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. വീടിൻ്റെ നേരെ സൈഡിൽ തന്നെയാണ് വർക്ക്ഷോപ്പ്. ഇത് ശ്രുതിൻ്റെ മൂത്തപ്പൻ്റെ വീടാണ്. ഞാൻ മുമ്പേ ഇത് കാണിച്ചിനി. ചിരി നോക്കിയാട്ടെ ചോക്ലേറ്റിന്റെ. ഇത് പുതിയ സൈക്കിളല്ലേ? പൂക്കളുണ്ടാ? ഓ ഇതാ അലങ്കരിച്ചിട്ടുണ്ടോ ശ്രുതി? എടുത്തു മോളെ എടുത്തു. ഇവിടെ ബോട്ടിലുണ്ട് കേട്ടാ. അച്ചാച്ച മക്കൾക്ക് വാങ്ങിക്കൊടുത്ത വെക്കേഷനായിട്ട് കളിക്കാൻ വേണ്ടി സൈക്കിളല്ലേ. ഇത് ബെല്ല സൈക്കിളാണ്. ഇത് ബെല്ലാൾ ഓടിക്കണ. അച്ഛന് ഓടിക്കാൻ കഴിയടാ എനിക്ക്. അത് കാണട്ടെ. തലയിൽ കുത്തി വീഴും തോന്നിപ്പോ. കാലെത്തുന്നുണ്ടല്ലേ? വീട്ടിൽ ഓടിക്കാൻ സ്ഥലമില്ലല്ലേ? എടാ അച്ഛൻ വീഴു ഞാനാ ഇഷ്ടന എടുത്തു നമ്മളെ പ്രിയപുത്രൻ. അതെയാ, എന്നാ പപ്പ വര വിളി. ഹായ് ദേവൻ, ഇതേ പോയിനി മോനല്ലേ പപ്പ വന്നോടെ നോക്കുന്നത്. എനിക്ക് സൈക്കിള് വീട്ടിലുണ്ടല്ലോ. എടാ ചേട്ടാ, ഇന്ന് ദിവസം എന്താന്ന് പറഞ്ഞാട്ടാ? സൺഡേ അല്ല, ഇന്ന് മൺഡേ ആണ് അല്ലേ? ഇന്നെന്താ? ശ്രുതിൻ്റെ മൈലാഞ്ചി പരിപാടിയെല്ലാം നേരത്തെ കഴിഞ്ഞേ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിനെ ഞാനത് കാണിച്ചു തരാം. നോക്കിയേട്ടാ,
ശ്രുതിക്ക് വേറെ തന്നെ കഴിവാണ് ഈ കാര്യത്തിലേട്ടാ. ആ ഷെയ്ഡറിലിട്ട് കണ്ട ഭയങ്കര സ്റ്റൈലായിട്ട്. സത്യം പറയല്ല, ഞാനിവളെല്ലാ പരിപാടിയും ഞാൻ ഇവിടെ കളിയാക്കലാന്നെ, വെറുതെ ആക്കി വിടുക. പക്ഷേ ഇതിൽ ഞാൻ ഒരിക്കലും കളിയാക്കിയിട്ടില്ല. ഞാൻ അവളോട് തന്നെ പറയും, എടി ഇത് ഭയങ്കര ടാലൻ്റാണ്, എനിക്ക് തോന്നിയാണേ നിങ്ങളിത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം കൂടി ഒന്ന് പറയണം. ഓക്കെ ഇതിനെ പറ്റിയൊന്നും വലിയ ബോധമില്ല, സ്വന്തം ശക്തി ഹനുമാൻ അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ശ്രുതിയുടെ കഥ. ഓക്കെ ഇതെല്ലാം നിസ്സാര കേസാണ്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനേതായാലും ശ്രുതിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ചായയും കുടിച്ച് നമ്മൾ നേരെ ടൗണിലേക്ക് വിടാനുള്ള പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മക്കളെ നല്ല ഹാപ്പിയാണ്, അവർക്ക് കണ്ണൂർ പോക്കെന്ന് കേട്ടാൽ മതി ഓടി വരും. അപ്പോൾ ഇതാ ശ്രുതി ഉണ്ടല്ലോ മൈലാഞ്ചി പരിപാടിയെല്ലാം കഴിഞ്ഞാലോ അമ്മേ? മൈലാഞ്ചി പരിപാടി എടുത്ത് നേരെ വീട്ടിൽ പോയിട്ട് ആടെ ഇങ്ങനെ കിടന്നുറങ്ങാൻ തോന്നുന്നു. സുഖിക്കാൻ വന്ന ഇല്ല എനിക്ക് കണ്ടവരേക്ക് ഇന്ന് പെരുന്നാളല്ല, അപ്പൊ പെരുന്നാളിൽ കണ്ണൂരിൽ നമുക്ക് ഇറങ്ങിട്ട് വരാം. ഓക്കെ ആ ബീച്ചിലും ഓക്കെ ലോമ്മ എന്താ പിന്നെ വിട്ടുവിടാല്ലേ. നമ്മളിപ്പോ കണ്ണൂരെത്താനായേ. ശ്രുതിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നൊരു 10 കിലോമീറ്ററിനുള്ളിലായിട്ടേ ഉള്ളു കേട്ടോ കണ്ണൂരേക്ക്. നമ്മള് പയ്യാമ്പലത്തേക്ക് പോകുന്നതാണേ. ഏതാണ്ട് എത്ര സമയം? അരമണിക്കൂറാ 1 മണിക്കൂർ എൻ്റെ ആയ? അരമണിക്കൂറിൽ മുകളിലായി. നമ്മളിത് ഇങ്ങനെ മെല്ലെ ഉരുട്ടിയിട്ട് അങ്ങനെ നമ്മള് പയ്യാമ്പലം എത്തിയേട്ടാ. നോക്കിയേട്ടാ ആൾക്കാരിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ കച്ചവട സ്ഥാപനം കുറേ പൂട്ടിയിട്ടാണല്ലേ. എനിക്ക് വന്ന് കൂടുതലും ഇവർ ആൾക്കാർ തന്നെയാണ് ഇവിടെ കച്ചവടം നടത്തുന്നത്. അതുകൊണ്ട് മിക്കവാറും എല്ലാം പൂട്ടിയിട്ടാണല്ലേ. അത്യാവശ്യം ഇതുപോലെ കുറച്ച് തുറന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ പയ്യാമ്പലത്തെ കാഴ്ചയും കണ്ട് അങ്ങനെ കാറ്റും കൊണ്ട് അങ്ങനെ വിടുവാനേ വണ്ടി. കാരണം ഇവിടെ നിർത്താൻ കഴിയില്ല, ഇവിടെ എവിടെയും പാർക്കിംഗ് ഇല്ല, ഫുള്ളാണ് കേട്ടാ. മമ്മി 8ന്റെ പണിയല്ലേ പയ്യാമ്പലം. ഇതാ വിശേഷ ദിവസങ്ങളിൽ പയ്യാമ്പലം വരാനെടുക്കുന്ന ഏറ്റവും നല്ല വണ്ടിയിൽ ഇങ്ങനെ പോയിട്ട് കാണാം, അത്രമാത്രം. വണ്ടി വെക്കാൻ പാർക്കിങ്ങോ സ്ഥലമോ ഒന്നുമില്ല. അതുകൊണ്ട് വളരെയധികം സന്തോഷം. നമ്മളിതാ ടൈറ്റിൽ ഇറങ്ങിയിട്ടാവില്ല. ഇനി അതല്ല എങ്ങനെയെങ്കിലും ഇതിനുള്ളത് പുറത്ത് കയറണം. ശരിക്കും നല്ല മാള നല്ലെന്നോ അല്ലേ മമ്മി? മാളിലാകുമ്പോൾ നല്ല പാർക്കിംഗ് കാര്യം ഉണ്ടാവും. ഒന്ന് കറങ്ങിയിട്ടല്ലെന്ന് വരെയായിരുന്നു. നമ്മളങ്ങനെ ഒരു വിധം ഇതാ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ജി മാളിൽ ഒരു രസാവതി എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ്. അറിയാത്തവരുടെ ഒന്ന് വന്നോ. വെജിറ്റേറിയൻ്റെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലെല്ലാം പോയി കാണുന്നില്ലേ വെജിറ്റേറിയൻ്റെ ഒരുപാട് ഐറ്റംസ് സകലത് ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഏതായാലും ഭക്ഷണം കഴിക്കേണ്ട പരിപാടിയിലല്ലേ നേരെ രസാവതിയിലേക്ക് ജി മാളിൽ. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ എടുത്ത വെജിറ്റേറിയൻ. അപ്പൊ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് നമ്മൾ വെജ് ആയതുകൊണ്ട് ഇവിടെ നല്ല മസാല ദോശ ഐറ്റംസും കഴിക്കാൻ കഴിക്കുന്നത്. അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ വന്നാല് ആദ്യം ഓർഡർ ചെയ്യുന്ന സാധനം ഇതാന്നേ. ഇത് കണ്ടിട്ട് എന്താന്ന് മനസ്സിലായ പറഞ്ഞുതരേ. നമ്മളെ സാധനം എത്തിയിട്ടുണ്ട്. നല്ല സുന്ദര കുട്ടപ്പന്മാരല്ലേ. പാനിപ്പൂരി ഇത്ര സ്റ്റൈല് ഞാൻ ഇവിടെ മാത്രമാണ് അല്ലേ അമ്മേ? നീ അടിച്ചട്ടെ. ഓരോന്ന് ഓരോ ഫ്ലേവർ കേട്ടാ. ഇതല്ല അത് വേറെ തന്നെ പച്ച കളറ്, ഇത് വേറെ കളർ കേട്ടാ. എന്നിട്ട് അഭിപ്രായം പറഞ്ഞാട്ടാ. അതിലല്ല എടുക്കില്ല. എന്നാ അവസ്ഥ? രസമുണ്ടാ? സ്വീറ്റാ അല്ലേ? വരുവാ പുളി. എന്നാ മക്കളെ തേക്കണ്ട. മക്കളെ ഇതൊരു സ്വീറ്റ്. ഇത് സ്വീറ്റ് അടിക്കുന്ന മക്കളത് എടുത്തോ. ഓക്കെ ഓക്കെ അച്ഛൻ സ്വീറ്റ് എടുത്താൽ മതി. എന്നാ പുളി പപ്പം എന്നാ അത് തേച്ച് തിന്ന് നോക്കാം. എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് എടുത്താൽ മതി. നല്ല കടിച്ചോട്ടെ മുള. എന്തായാലും പുളിയായിരിക്കുമല്ലേ? ഇതാണ് ശരിക്കും ഔദ്യോഗികമായിട്ടുള്ള പാനിപ്പൂരി അല്ലേ? ഞാൻ മധുരം കൂടി മിക്സ് ആക്കുന്നുണ്ട്. നല്ല ഐഡിയ അല്ലേ? മമ്മിക്ക് ഐഡിയ വന്നിട്ടില്ല. അപ്പോൾ ഓക്കെ മിക്സിങ് മധുരം മിക്സിലേക്കോട്ട് നല്ല ടേസ്റ്റ്. ഒറ്റ വായിക്കുള്ളതേ ഉള്ളല്ലേ. ഞാൻ 3 വട്ടം കടിച്ചിട്ടാ നിന്നത്. നമ്മളെ വലിയ വായി ഇഷ്ടം പോലെ കൊള്ളു. നമ്മളിപ്പോൾ ഭക്ഷണമെല്ലാം ഓർഡർ ചെയ്ത് കഴിച്ച് നല്ല തൃപ്തിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇവിടെയുള്ള അത്ര വെജിറ്റേറിയൻ ഐറ്റംസ് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ അമ്മേ അപ്പം ഭക്ഷണം കഴിച്ച് കുറലറിന് സമയം 10 മണിയല്ല. ഓർഡർ ചെയ്തിട്ട് അരമണിക്കൂറെങ്കിലും ഫുഡ് കിട്ടുന്നുണ്ട്. ഇന്ന് സ്റ്റാഫ് ലീവ് അല്ലേ, അതുകൊണ്ട് പറ്റിയ. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് എത്തിയിട്ടുണ്ട്. ഇതാ നേരെ നമ്മൾ വീട്ടിലേക്ക് കൊള്ളാം.
അപ്പം നമ്മളെ ഇന്നത്തെ പരിപാടി ഇതാ ഇങ്ങനെ ആയിട്ടുണ്ടല്ലോ മമ്മി. കണ്ണൂർ കറങ്ങാൻ വന്നിട്ട് ലാസ്റ്റ് ബ്ലോക്ക് കുടുങ്ങി എല്ലാം കൂടി ഇടങ്ങാറായി. എന്തായാലും ഭക്ഷണം ചെയ്യാൻ നല്ല ഫുഡ് കിട്ടി. ഇനി ഫുഡ് കുറച്ച് ലേറ്റ് ആയതുള്ളൂ അല്ലേ, എന്നാലും കുഴപ്പമില്ല, തിന്നാൻ നല്ല രസമുണ്ട്, നല്ലൊരു വൈബ് ഉണ്ടാടാ. അപ്പോൾ ഏതായാലും 10 മണിയായ സ്ഥിതിക്ക് നമ്മളൊരു നേരെ വീട്ടിലേക്കല്ലേ. ശരി എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ. എന്താ അത് പറയാൻ വിട്ടുപോയി, മോളെ ഓർമ്മിച്ചട്ടാ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ശരി എന്നാൽ പിന്നെ ഒന്നുകൂടി അല്ലേ, ബൈ.